ഇസാക്ക്, കേന്ദ്ര സർക്കാർ വലിയ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എസ്.ടി.പിയുടെ ഭാവി ഇനിയെന്താകും? എസ്.ടി.പി.ഐയുടെ ഭാവിയെപ്പറ്റി പറയുമ്പോൾ രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി കൂടി പറയേണ്ടി വരും. രാജ്യത്ത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം മറ്റൊരു പാതയിലൂടെയാണ് രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് ഇന്ത്യ പിന്തുടർന്നിരുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയുണ്ടായിരുന്നു. ഒരു പ്രതിപക്ഷത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജനാധിപത്യ ക്രമമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2014 ശേഷം അതിൽ നിന്നും വിപരീതമായ സാഹചര്യങ്ങളാണ് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കേന്ദ്ര സർക്കാരിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-യെയും അവരെ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്യുന്ന, പിന്തുണക്കുന്ന, അവർക്ക് വേണ്ടി പിന്നണിയിൽ കളിക്കുന്ന RSSനെ പറ്റിയും ഉയർത്തിയിരിക്കുന്നത്. കാരണം അതൊരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണെന്നും ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണകൂടമാണ് നിലവിൽ ഇന്ത്യയിലെ ഭരണം കൈകാര്യം ചെയ്യുന്നതെന്നുമുള്ള വിമർശനങ്ങളാണ് രാജ്യമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മൂർധാന്യാവസ്ഥയിൽ രാജ്യം എത്തപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തെ മിക്കവാറും ആളുകളെയും കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ അടക്കം ജയിലിലടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെ ജയിലിലടക്കാൻ സാധിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ കക്ഷികളുടെ മന്ത്രിമാരെ ജയിലിലടച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരെയൊക്കെ ജയിലിലടച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിക്കെതിരായ അറസ്റ്റും തുടർന്ന് SDPI ഓഫീസുകളെ റെയ്ഡ് നടത്തുകയും വ്യാപകമായിട്ടുള്ള റെയ്ഡുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിന്നും വരുന്നുള്ള വാർത്തകൾ എന്നുള്ളത്, അതായത് ED കൊടുക്കുന്ന വാർത്തകൾ എന്നുള്ളത്, കള്ളപ്പണം വലിയ രീതിയിൽ പിടിക്കപ്പെട്ടു എന്നും SDPIയുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പണം ഒഴുകിയിട്ടുണ്ട് എന്നും ഇതൊക്കെ കള്ളപ്പണമാണെന്നും ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ PFIയുമായി SDPIക്ക് ബന്ധമുണ്ട് എന്നും എങ്ങനെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും SDPI നിരോധിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. രാജ്യത്തിലെ നിലവിലുള്ള ജനാധിപത്യ ക്രമം അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന് കീഴിൽ രജിസ്ട്രേഡ് പാർട്ടിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളുള്ള, കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുമെന്നുള്ള ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഇന്ത്യ രാജ്യത്ത് കേട്ടിട്ടില്ല. അത്തരം കേൾവിയില്ലാത്ത കാര്യങ്ങളിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നുള്ളത്. ഏതായാലും അത്തരം നടപടികൾ, അമിതാധികാര പ്രയോഗത്തിന്റെ അങ്ങേറ്റം കണ്ടിട്ടുള്ള, നോട്ട് നിരോധിച്ചിട്ടുള്ള, പൗരത്വ നിയമം കൊണ്ടുവന്നിട്ടുള്ള, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കേന്ദ്ര സർക്കാരിന് SDPI എന്നുള്ള ചെറു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വേണമെങ്കിൽ നിരോധിക്കാവുന്നതാണ്, നിരോധിക്കാൻ എളുപ്പവുമാണ്. പക്ഷേ ആ നിരോധനം നിയമപരമായി നിലനിൽക്കുമോ, നിരോധനത്തിന്റെ ഭാവി എന്താവും എന്നുള്ള ചോദ്യങ്ങൾ അപ്പോഴും ബാക്കിയാവുന്നു. ഈ പറയുന്ന കള്ളപ്പണമൊക്കെ യഥാർത്ഥത്തിൽ ED കണ്ടെത്തിയിട്ടുണ്ടോ? ഇത് കോടതികളിൽ കൊടുക്കാനുള്ള തെളിവുകൾ EDയുടെ കയ്യിലുണ്ടോ? അങ്ങനെ നീതിപൂർവമായ വിചാരണകളിൽ ഇത്തരം കുറ്റങ്ങൾ നിലനിൽക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ പറയുന്ന കോടികളൊക്കെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത്? ആരുടെ അക്കൗണ്ടിലേക്കാണ് വന്നത്? ഇതിന് PFIയുമായി എന്ത് ബന്ധമാണുള്ളത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ട് വരും. നേരത്തെ തന്നെ 2022 PFIയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. അതിന് പല കാരണങ്ങൾ കേന്ദ്ര സർക്കാർ നിരത്തിയിട്ടുണ്ട്. അത് കോടതികളിൽ കേസ് നിലനിൽക്കുന്ന കാര്യമാണ്. കോടതികളിൽ അതിന്റെ വിചാരണയടക്കം നടക്കുന്നുണ്ട്. മുൻ PFI നേതാക്കളായ പല ആളുകളും ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ ജയിലിലുണ്ട്. പക്ഷെ പല ആളുകൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട അതിന്റെ നേതാക്കൾക്ക്. ഏതായാലും അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് PFIയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുള്ളത്. PFI ഇല്ലാതായതിനു ശേഷവും SDPI അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തങ്ങളുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടി സജീവമായി രംഗത്തുണ്ട്. ഈ മാസം തന്നെ മറ്റു സമര പരിപാടികൾ നടത്തുമെന്നാണ് അറിയാൻ പറ്റുന്നത്. SDPIയുടെ ഔദ്യോഗിക പേജുകളിൽ തന്നെ അവരുടെ പുതിയ സമരങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ വാർത്തകൾ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ EDയുടെ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ. വ്യവസ്ഥാപിതമായിട്ട് രാജ്യത്തെ മാധ്യമങ്ങൾ എന്നുള്ളത് ഒരു ഇസ്ലാമിക ഫോമിക് ആയിട്ടുള്ള മാധ്യമ പ്രക്രിയയാണ് രാജ്യത്തുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ BJPയും RSSനും മൃഗീയ മേധാവിത്വമുള്ള ഭരണകൂടം സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും വന്നതിന് ശേഷം
മാധ്യമങ്ങളുടെ അജണ്ടകൾ തീരുമാനിക്കുന്നത് ഇത്തരം ശക്തികൾ കൂടിയാണ്. കാലങ്ങളായിട്ട് അവർ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമങ്ങളിലൂടെ നിരന്തരമായ വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ ഒരു വിഷയം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർത്തിവിട്ടുകൊണ്ട് അത്ര കള്ളപ്പണം പിടിച്ചു, ഇത്ര കള്ളപ്പണം പിടിച്ചു, ഇത്ര കോടി ഈ അക്കൗണ്ടിൽ വന്നു, ഇതിന്റെ നേതാക്കളുടെ ഇങ്ങനെയാണ് ഈ വിവരങ്ങൾ ഇ ഡി കൊടുക്കുന്നതല്ലാതെ കൃത്യമായിട്ട് കോടതികളിൽ പലപ്പോഴും ഇ ഡി കൊടുക്കുന്ന വിവരങ്ങൾ നിലനിൽക്കാറില്ല എന്നതാണ്. ഇ ഡിയുടെ കുറ്റവാളികൾ കണ്ടെത്തുന്ന രീതി, ഇ ഡി കേസുകളിൽ പ്രതികളാക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ടവരുടെ ശതമാനം എന്നുള്ളത് 5% മാത്രമാണ്. അതായത് ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന 95% കേസുകളും കോടതികളിൽ തള്ളിപ്പോവാറാണ് പതിവ്. അങ്ങനെയുള്ള ഒരു ഏജൻസിയാണ് നിലവിൽ ഇ ഡി എന്നുള്ളത്. അങ്ങനെ ഇ ഡി കണ്ടെത്തി എന്ന് പറയുന്ന, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി എന്ന് പറയുന്ന കാര്യങ്ങൾ കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഏതായാലും STPIയും അതിന്റെ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം, നിയമവ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ജനാധിപത്യപരമായി പോരാടുക തന്നെ ചെയ്യും, നിയമ പോരാട്ടം തുടരുമെന്നാണ് STPI വ്യക്തമാക്കുന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത്. ഇതിൽ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ STPI ഓഫീസുകൾ പ്രവർത്തിക്കുന്നതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് റെയ്ഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇതുവരെ രാജ്യത്ത് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഇങ്ങനെ നിരോധിക്കാനും അതുപോലെ തന്നെ വേട്ടയാടാനും, അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും, അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനും, ഫണ്ട് തടയാനും, അവർക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കാനും ഒക്കെ തുടങ്ങിയാൽ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാവി എന്താവും എന്നാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ STPIയുടെ ഭാവി എന്താവും എന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഭാവി എന്താവും എന്നും കൂടി ചോദിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പായിക്കൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രാജ്യത്ത്. അതായത് BJP അല്ലാത്ത, സംഘപരിവാർ അല്ലാത്ത എല്ലാ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിപക്ഷ നേതാക്കളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജ്യത്ത് പൂർണ്ണമായിട്ടും ഒരു ഫാസിസ്റ്റ് രാജ്യം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമോ എന്നുള്ള ആശങ്കകൾ പോലും ഉയരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. STPIക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഇ ഡി എടുത്തിട്ടുള്ള കേസുകൾ, അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രങ്ങൾ, മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരായ കുറ്റങ്ങൾ, ഇതൊക്കെ കോടതികളിൽ തെളിയിക്കപ്പെടേണ്ടതും വിചാരണ നടത്തേണ്ടതുമായ കാര്യങ്ങളാണ്. നിലവിൽ PMLA ആക്ടും UAPA ആക്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി ഇവരുടെ ജാമ്യാപേക്ഷകൾ തള്ളാനുള്ള ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ രാജ്യത്തുണ്ടാക്കിയ ഇത്തരം നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ ജാമ്യം ഇല്ലാതാക്കി അവരെ വർഷങ്ങളോളം ജയിലിലടക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. STPIക്കെതിരെ നിലവിൽ ചാർത്തപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളും അതുപോലെ തന്നെ അവർക്കെതിരെയുള്ള കാര്യങ്ങളും കണ്ടെത്തിയത് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിയമപരമായി നിലനിൽക്കാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെയുള്ള നിരോധനമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ അത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കുന്നത് വലിയ രീതിയിലുള്ള ജനാധിപത്യത്തിന് അപകടകരമാക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഭാവി, STPIയുടെ ഭാവി എന്താവും എന്ന് ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഭാവി എന്താവും കൂടി എന്ന് ചോദിക്കേണ്ടി വരും.